നിങ്ങൾ രണ്ടുപേരും കോളേജിൽ എങ്ങനെയാ? ചേട്ടന് പ്രപ്പോസൽസ് വന്നിട്ടുണ്ടോ? എത്ര ലൈൻ ഉണ്ടായിരുന്നു? ഓ അതൊക്കെ പറഞ്ഞാ മോളെ ഈ എപ്പിസോഡൊന്നും തീരില്ല. എ മുതൽ ഇസഡ് വരെയുള്ള പേരുകൾ പറയേണ്ടി വരും. എല്ലാ ലൈനും ഉണ്ടായിരുന്നു, എല്ലാ പ്രപ്പോസൽസും വന്നിട്ടുണ്ട്, ഒരുപാട് പ്രപ്പോസൽസ് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ടാ ഞാനും വന്നേ. ചേച്ചിക്കോ? ആ പിന്നെ ഇഷ്ടം പോലെ. ഇതൊക്കെ വരാണ്ട് നമ്മൾ പിന്നെ കോളേജിലൊക്കെ പഠിക്കണേ. ആദ്യം പഠിത്തം, അത് കഴിഞ്ഞു മതി കണ്ടുപിടുത്തം. ഇതിൽ രണ്ടുപേരിലും കൂടുതൽ പഞ്ചാര ആരാ? ഇത്ര നേരം ഇരുന്നിട്ട് മനസ്സിലായില്ല. ഞാൻ പഞ്ചാര കോളേജിലെ പഠിക്കുമ്പോ ഡാഡി എന്ന് പറഞ്ഞ അർത്ഥം മാറി വേണ്ട. സോറി ഈശ്വരാ, അന്നാ മനസ്സിലാവും. സോറി, എനിക്കറിയില്ല കേട്ടോ. ഇത് കുടുംബക്കാര് കാണുന്നല്ലേ? നമുക്ക് പ്രപ്പോസൽസ് ഒക്കെ വരാറുണ്ടായിരുന്നു. പക്ഷെ പ്രപ്പോസലൊക്കെ വന്ന് ഞാനിങ്ങനെ അടുത്തേക്ക് ചെല്ലുമേ, അല്ലെങ്കിൽ ഇപ്പൊ കുട്ടികളുടെ അടുത്ത് നിന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോ പെട്ടെന്ന് എനിക്ക് എന്റെ അപ്പന്റെ മുഖം ഓർമ്മ വരും. അതോടെ പൊങ്ങി വന്ന സംഭവങ്ങൾ നമുക്ക് ഇവർക്ക് 9 പേർക്കും ഭയങ്കര പേടിയാ അപ്പച്ചനെ. അപ്പച്ചൻ അവിടെ ആ ഫ്രണ്ടില് കസാരയില് ചാരുകസേരയിൽ ഇരിക്കുള്ളൂ. അവിടെ ഇരുന്ന് പേര് വിളിച്ച പറമ്പിന്റെയോ ഈ വീടിന്റെയോ ഏത് മൂലയിലുണ്ടെങ്കിലും ഇവര് എന്തോ അപ്പച്ചാന്നുകൊണ്ട് ഒരു വരവുണ്ട് ഇങ്ങോട്ട്. എന്റെ വീട്ടിലൊന്നും അങ്ങനെയില്ല. അല്ലല്ല, നിങ്ങളുടെ വീട്ടില് മറ്റേ നിതയുടെ അപ്പച്ചൻ വിളിക്കുമ്പോ യാ ബ്രോ യാ കം ഇൻ. എന്തെങ്കിലും കാര്യങ്ങൾക്ക് പ്രോമിസസ് തന്നിട്ട് അത് തെറ്റിക്കോ അല്ലെങ്കിൽ അത് കീപ്പ് ചെയ്യോ, ഇപ്പോഴും സ്റ്റിൽ കീപ്പ് ചെയ്തോണ്ട് പോകുന്ന എന്തെങ്കിലും കാര്യങ്ങൾ? കല്യാണത്തിന് മുമ്പും പിമ്പും പ്രോമിസ് തന്നിട്ടില്ല. ഈ ഞാൻ 2 പ്രോമിസ് കൊടുത്തു. എന്ത് അത് ഞാൻ ഫ്രൂട്ട്ഫുൾ ആക്കി കൊടുത്തു. കൂടുതൽ എന്താ അതിനുള്ള തന്നോളൂ. എനിക്കത് കത്തി കണ്ടെന്ന്. ചേച്ചിക്ക് എപ്പോഴും ഈ ആക്ടിംഗിലേക്കുള്ള ഇഷ്ടം വന്നത്? ഞാൻ പഠിപ്പിച്ചു കൊടുത്തതല്ല. ഫസ്റ്റ് നൈറ്റ് തുടങ്ങി ഞാൻ പഠിപ്പിക്കാം. എന്റെ ഡാഡി മുതൽ ഡാഡിയുടെ ഡാഡി ഓസ്കാർ കിട്ടിയിട്ടുണ്ടോ നിങ്ങക്ക്? അതിന് ആലോചിച്ചിങ്ങനെ വരണണ്ടി ചോദിച്ചതാ. പറയല്ല, സോറി, അല്ല മച്ചള, അങ്ങനെയല്ല. ഞങ്ങൾക്ക് കുടുംബപരമായിട്ട് നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം കഴിച്ചത് ഏറ്റവും നല്ല ഡിസിഷൻ ആയിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നിയ എന്തെങ്കിലും ഒരു മൊമെന്റ് ഉണ്ടായിട്ടുണ്ട്? ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. അങ്ങനെ പറയാൻ പാടില്ല. അയ്യോ, പുള്ളിക്കാരി ഉദ്ദേശിച്ച ഉത്തരം അതല്ലായിരുന്നു, സോറി. മൈ ഡാർലിംഗ്. വർഷത്തെ വിശ്വാസം. ഇനി വിദേശ വിദ്യാഭ്യാസം വിശ്വസ്തരിലൂടെ. നീതോസ് സ്റ്റഡി അബ്രോഡ്. നിങ്ങളോട് ഞാൻ ചോദിച്ചു ഓൾറെഡി, കോളേജിലൊക്കെ പ്രപ്പോസൽസ്. നിങ്ങൾ രണ്ടുപേരും കോളേജിൽ എങ്ങനെയാ? ചേട്ടന് പ്രപ്പോസൽസ് വന്നിട്ടുണ്ടോ? എത്ര ലൈൻ ഉണ്ടായിരുന്നു? ഓ അതൊക്കെ പറഞ്ഞാ മോളെ ഈ എപ്പിസോഡൊന്നും തീരില്ല. എ മുതൽ ഇസഡ് വരെയുള്ള പേരുകൾ പറയേണ്ടി വരും. അതൊന്നുമില്ല കേട്ടോ. സാധാരണ ഒരു എന്താ പറയണേ, ഒരു വിദ്യാർത്ഥിയുടെ പോലെ പഠിച്ചു പോകുന്നതാണ്. എല്ലാ ലൈനും ഉണ്ടായിരുന്നു, എല്ലാ പ്രപ്പോസൽസും വന്നിട്ടുണ്ട്, ഒരുപാട് പ്രപ്പോസൽസ് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ടാ ഞാനും വന്നേനെ. ചേച്ചിക്കോ? ആ പിന്നെ ഇഷ്ടം പോലെ. ഇതൊക്കെ വരാണ്ട് നമ്മൾ പിന്നെ കോളേജിലൊക്കെ പഠിക്കണേ. ഈ ലാസ്റ്റ് ചോദിച്ച ചോദ്യം മാറ്റളയോ പ്ലീസ്. ഇതൊക്കെ ഇല്ലാണ്ട് നമുക്ക് കോളേജിൽ പഠിക്കാം മക്കളെ. ഇതൊക്കെ ഇല്ലാണ്ട് നമുക്ക് ആത്മീയതയിൽ. എന്നോട് പപ്പ പറഞ്ഞിട്ടുണ്ട്, ഇതൊന്നും ഇല്ലാതെ കോളേജിൽ പഠിച്ചിട്ടൊരു കാര്യമില്ല. അങ്ങനെയല്ല, പ്രപ്പോസൽസ് ഒക്കെ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. അപ്പൊ ആരാ കൂടുതൽ ഈ പറഞ്ഞ മാതിരി രണ്ടുപേരിലും കൂടുതൽ പഞ്ചാര ആരാ? ഇത്ര നേരം ഇരുന്നിട്ട് മനസ്സിലായില്ല. ഞാൻ പഞ്ചാര കോളേജിലെ പഠിക്കുമ്പോ ഡാഡി എന്ന് പറഞ്ഞ അർത്ഥം മാറി വേണ്ട. സോറി ഈശ്വരാ, അന്നാ മനസ്സിലാവും. സോറി, എനിക്കറിയില്ല കേട്ടോ. ഇത് കുടുംബക്കാര് കാണുന്നല്ലേ? അതല്ല, പ്രപ്പോസൽസ് ഒക്കെ ഇഷ്ടംപോലെ വരാറുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇഷ്ടംപോലെ അല്ല, നമുക്ക് പ്രപ്പോസൽസ് ഒക്കെ അങ്ങനെയല്ല ഇഷ്ടംപോലെ അല്ല, നമുക്ക് പ്രപ്പോസൽസ് ഒക്കെ വരാറുണ്ടായിരുന്നു. പക്ഷെ പ്രപ്പോസലൊക്കെ വന്ന് ഞാനിങ്ങനെ അടുത്തേക്ക് ചെല്ലുമേ, അല്ലെങ്കിൽ ഇപ്പൊ കുട്ടികളുടെ അടുത്ത് നിന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോ പെട്ടെന്ന് എനിക്ക് എന്റെ അപ്പന്റെ മുഖം ഓർമ്മ വരും. അതോടെ പൊങ്ങി വന്ന സംഭവങ്ങൾ നമുക്ക് അപ്പച്ചൻ ഒരു 1.5 അപ്പച്ചൻ തന്നെ ആയിരുന്നു. അങ്ങനെയല്ല, ഇവർക്ക് 9 പേർക്കും ഭയങ്കര പേടിയാ അപ്പച്ചനെ.
ഭയങ്കര പേടി എന്ന് പറഞ്ഞാൽ ഞാൻ കല്യാണം കഴിഞ്ഞ് വരുമ്പോ പേടിയല്ല, അതൊരു റെസ്പെക്ട്. റെസ്പെക്ട് ആണ്. അങ്ങനെയല്ല, ഞാൻ കല്യാണം കഴിഞ്ഞ് വരുമ്പോ ഇവിടെ പ്രോമിയുടെ മൂത്ത ചേട്ടന് എനിക്ക് പ്രോമി ഏറ്റവും ഇളയാളാണ്. ഏറ്റവും മൂത്ത ആൾക്ക് ഒരു 19 വയസ്സുണ്ട്. അപ്പൊ അപ്പച്ചൻ അവിടെ ആ ഫ്രണ്ടില് കസാരയില് ചാരുകസേരയിൽ ഇരിക്കുള്ളൂ. അവിടെ ഇരുന്ന് പേര് വിളിച്ച ഈ പറമ്പിന്റെയോ ഈ വീടിന്റെയോ ഏത് മൂലയിലുണ്ടെങ്കിലും ഇവര് എന്തോ അപ്പച്ചാന്ന് പറഞ്ഞിട്ട് ഒരു വരവുണ്ട് ഇങ്ങോട്ട്. അതാരായാലും പേടിയും കൊണ്ടല്ല, അതാണ് രീതിയല്ലേ പഴയ. അല്ല, ഇവിടെ അപ്പച്ചനായാലും അമ്മയായാലും നമ്മളെ വിളിക്കുമ്പോ എന്തോ എന്ന് വിളി കേൾക്കണം. എന്റെ വീട്ടിലൊന്നും അങ്ങനെയില്ല. അല്ലല്ല, നിതയുടെ വീട്ടില് മറ്റേ നിതയുടെ അപ്പച്ചൻ വിളിക്കുമ്പോ അങ്ങനെയല്ല. എന്നെ ഇപ്പൊ നിതയെന്ന് വിളിക്കുമ്പോ എന്താ അങ്ങനെയൊക്കെ നമ്മള് ചോദിക്കാ. ഇവിടെ അങ്ങനെ ഒരു സീനില്ല. ഇവിടെ എന്തോ അങ്ങനെ വിളി കേൾക്കാൻ പാടില്ല. ഞാൻ കല്യാണം ചെയ്യുന്ന സമയത്ത് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എൻ്റെ അടുത്ത് പ്രോമി എന്ന് പറഞ്ഞു, ഇത് അങ്ങനെയല്ല, എന്തോ എന്ന് വിളി കേൾക്കുക എന്നൊക്കെ പറഞ്ഞു. അപ്പച്ചനെ എല്ലാവർക്കും ഭയങ്കര പേടിയായിരുന്നു. പക്ഷെ അതേപോലെ തന്നെ അപ്പച്ചൻ ഭയങ്കര എന്താ പറയാ, നമ്മുടെ പ്രായത്തിനനുസരിച്ച് ചിന്തിച്ച് അവർക്ക് അത് ആവശ്യമാണ്, അല്ലെങ്കിൽ അവരത് ഈ പ്രായത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളാണെന്ന് നന്നായിട്ട് മനസ്സിലാക്കുന്ന ഒരാളായിരുന്നു. പക്ഷെ എന്നാ ഞങ്ങൾക്ക് ഒക്കെ ഭയങ്കര പേടിയുമായിരുന്നു അപ്പച്ചനെ. ഭയങ്കര റെസ്പെക്റ്റ് ആയിരുന്നു അപ്പച്ചനോട്. ഞങ്ങൾ വന്നപ്പോഴേ ഫോട്ടോയൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ രണ്ടുപേരെ അമ്മ ഏറ്റവും കൂടുതൽ വഴക്ക് പറയുന്നത് എന്തിനായിരിക്കും? വഴക്ക് പറയണത് റൂം വൃത്തിയാക്കാണ്ട് വെക്കുമ്പോ. റൂം വൃത്തിയാക്കാൻ ഞാനിവിടെ വന്നപ്പോ ശ്രദ്ധിച്ചു കേട്ടോ, ഫുള്ള് അടുക്കി പെറുക്കിയാ വെച്ചേക്കുന്നേ. OCD ഉണ്ടാ? ചെറുതായിട്ട്, ഭയങ്കര ഇല്ല, കുറച്ച്. ഇതൊക്കെ OCD, ഇവർക്ക് രണ്ടുപേരും CD. അല്ല, ഓരോരോ പ്രായത്തിൽ ഓരോന്നാണല്ലോ. റൂം വൃത്തിയാക്കി വെക്കാത്തതിനാണ് ഇവിടെ ഞാൻ ഇവരുടെ അടുത്ത് ഏറ്റവും കൂടുതൽ ഷൗട്ട് ചെയ്യണം. അപ്പൊ ക്ലീൻ ആയിട്ടിരിക്കണം. എല്ലാം ഉണ്ട്. അത് തന്നെയാണോ? വേറെ എന്തെങ്കിലും കാരണം പറയടാ. അതെ, വേറെ എന്തെങ്കിലും കാരണം പറയൂ. കുറച്ചുകൂടി ഇല്ലാത്ത മറന്നുപോയാ? ഇപ്പൊ അങ്ങനെ അധികം കേൾക്കാറില്ല, കാരണം ഹോസ്റ്റലിൽ നിന്ന് വരുമ്പോ വല്ലപ്പോഴും 2 ദിവസമല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ കുറച്ചാ ചീത്ത പറഞ്ഞോളൂ. ഇപ്പൊ എന്റെ കോൺസെൻട്രേഷൻ മുഴുവൻ അവിടെയാ. എനിക്ക് എത്ര വേഗം ഒന്ന് കോളേജിലേക്ക് പോണെന്നല്ലേ? ഹോസ്റ്റലിലേക്ക് പോണെന്നുണ്ടോടാ? ഹോസ്റ്റലിൽ പോകണം, അതെന്തായാലും ആഗ്രഹം ഉണ്ടാവും. ആദ്യമായിട്ട് കേട്ടാണല്ലോ നീ. അപ്പൊ ഇത്ര നാളും നിനക്ക് ഹോസ്റ്റലൊന്നും വേണ്ട, ഞാൻ വീട്ടിൽ നിന്നുള്ളത്. ഇപ്പൊ ആഗ്രഹം അത് വേണ്ട, നീ ഇവിടെ നിന്ന് പഠിച്ചു പോയാ മതി. സമ്മതിക്കില്ല തന്താ. അങ്ങനെ ചിന്തിച്ചോ? ഓക്കെ, അപ്പം നിന്റെ കാര്യം പറഞ്ഞില്ല, എന്തിനു വഴക്ക് പറയുന്നെന്ന് ഓർമ്മയില്ല. കുറച്ചാളായിട്ട് ഹോസ്റ്റലായ കാരണം എനിക്കൊരു സമാധാനമൊക്കെ ഉണ്ടെന്ന്. എന്റെ പൊന്നെ. അല്ല, അങ്ങനെ ഇവിടെ മമ്മി പറഞ്ഞ അങ്ങനെ കൊഞ്ചിക്കാറൊന്നുമില്ല. അങ്ങനെ ചേച്ചി പറഞ്ഞില്ല, കൊഞ്ചിക്കാറൊന്നുമില്ല. പക്ഷെ ഇവനി പറഞ്ഞ ഭക്ഷണം കഴിക്കുമ്പോ പച്ചക്കറി ഒന്നും കഴിക്കൂല. അതൊക്കെ നിർബന്ധം. അതൊക്കെ നമ്മള് ഭക്ഷണം കഴിക്കാൻ്റെ കൂടെ ഒരു ഞങ്ങളിവിടെ എന്റെ ചെറുപ്പത്തിലൊന്നും നമുക്ക് ഒറ്റ കറി അതവിടെ വിളമ്പി വെക്കും, എടുത്ത് കഴിച്ചിട്ട് പോയാ കിട്ടും, അല്ലെങ്കിൽ അതും ഉണ്ടാവില്ല. ഇവിടെ വേണ്ടാന്നെങ്ങാൻ പറഞ്ഞ ഉടനെ മറ്റൊരു സിനിമയിൽ കണ്ടിട്ടില്ലേ, വേണ്ടാന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോകുമ്പോ നിനക്ക് എന്ന് പറഞ്ഞ പോലെയാണ്. പക്ഷെ നിതയ്ക്ക് അങ്ങനെയല്ല. നിതയ്ക്ക് ഒരു മിനിമം ഒരു 3 കറി വേണം. ഇനി ആ കറി ഉണ്ടായിക്കോട്ടെ, അത് ഞങ്ങളെ കൊണ്ട് തീറ്റിക്കാൻ വേണം, ഞങ്ങള് തിന്നാൻ വേണം. അതന്നാ തിന്നാ പോലെ. അത് ഓക്കെ, നിതയുടെ സ്വാതന്ത്ര്യത്തിന് ഉണ്ടാക്കട്ടെ, 2 or 3 ഒക്കെ ഉണ്ടാക്കട്ടെ. അത് മുഴുവൻ ആ പച്ചക്കറി, അതിനകത്ത് ഒരെണ്ണം പച്ചക്കറി ആയിരിക്കും, 2 പച്ചക്കറി ആയിരിക്കും. അത് മുഴുവൻ ഞങ്ങൾ വരുന്ന തിന്നണം. അപ്പൊ ഇദ്ദേഹത്തിന് അതങ്ങട് എങ്ങനെ നോക്കിയിട്ടും ഇപ്പൊ 10-20 കൊല്ലായി പുള്ളി അതങ്ങട് ശരിയാവണില്ല. പുള്ളിക്ക് ഇവനേതാണ്ട് ശരിയായി വന്നിട്ടുണ്ട്. പുള്ളിക്ക് അത് എങ്ങനെ നോക്കി ആദ്യമൊന്നും കുഴപ്പമില്ലായിരുന്നു. ഇന്ന് ഉച്ചക്ക് എന്തിനാ ഒഴുകട്ടെന്ന് പറഞ്ഞു. +2 ആയ പിന്നെയാണ് കഴിച്ചില്ലേ, പിന്നെ ഇതിൽ പ്രശ്നം ചെയ്ത് ഉണ്ടാക്കിയതിന്റെ ഹിസ്റ്ററി ഫുള്ള് കേൾക്കണം. ഇത്രയും സാധനങ്ങളായി ഉണ്ടാക്കി. അത് ഞാൻ ഇന്ന് ഉച്ചക്ക് ഞാൻ വന്നപ്പോഴും ഞാൻ കേട്ടു, അവനോട് പറയട്ടോ. കറി ബാക്കി ചോറും മീനും മീൻകറിയും എല്ലാം കഴിച്ചിട്ടുണ്ട്. ആ പച്ചക്കറി മാത്രം അവിടെ വെച്ചിട്ടുണ്ട് ആ പാത്രത്തില്. ഇഷ്ടല്ലേ? അങ്ങനെ പറ്റില്ല, അത് പാടില്ല, എല്ലാം കഴിക്കണ്ടേ. കല്യാണത്തിന് മുമ്പേ ചേട്ടൻ എന്തെങ്കിലും പ്രോമിസസ് തന്നിട്ടുണ്ടോ?
എന്തെങ്കിലും കാര്യങ്ങൾക്ക് പ്രോമിസസ് തന്നിട്ട് അത് തെറ്റിക്കോ അല്ലെങ്കിൽ അത് കീപ്പ് ചെയ്യോ, ഇപ്പോഴും സ്റ്റിൽ കീപ്പ് ചെയ്തോണ്ട് പോകുന്ന എന്തെങ്കിലും കാര്യങ്ങൾ? കല്യാണത്തിന് മുമ്പും പിമ്പും പ്രോമിസ് തന്നിട്ടില്ല. ഈ എന്നെ മുഴുവനെ പാടെ കൊടുത്തേക്കല്ലേ. മുമ്പോ പ്രോമിസ് ഇല്ല, പിമ്പോ പ്രോമിസ് ഇല്ല. ഞാൻ 2 പ്രോമിസ് കൊടുത്തു. എന്ത് എന്ത്? അത് ഞാൻ ഫ്രൂട്ട്ഫുൾ ആക്കി കൊടുത്തു. ഇതൊക്കെ ഒന്നുമില്ല. പിന്നെ ഇത് കൂടുതൽ എന്താ? ഈ കൂടുതൽ എന്താ? അതിനുള്ളത് തന്നോളൂ. എനിക്കത് കത്തി കണ്ടെന്ന്. ഇനി വേണമെങ്കിൽ ഇനിയും വെറുതെ അറിയണമെന്ന് പറഞ്ഞു. അറിയാമല്ലോ ഇന്ത്യൻ ജുഡീഷ്യൽ. ഞാൻ ഇതൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞു കൊടുത്തത് തന്നെ കൂടിപ്പോയിട്ട് ഇരിക്കണേ. എങ്ങനെ കൊടുത്തത് തിരിച്ചു മേടിക്കാന്ന് ഞാൻ ആലോചിച്ചിരിക്കണം. ചേച്ചിക്ക് എപ്പോഴും ഈ ആക്ടിങ്ങിലേക്കുള്ള ഇഷ്ടം വന്നത്? ഞാൻ പഠിപ്പിച്ചു കൊടുത്തതല്ല. ഫസ്റ്റ് നൈറ്റ് തുടങ്ങി ഞാൻ പഠിപ്പിക്കാൻ. ആക്ടിങ് എന്റെ ഡാഡി മുതൽ ഡാഡിയുടെ ഡാഡി ഓസ്കാർ കിട്ടിയിട്ടുണ്ടോ നിങ്ങക്ക്? അങ്ങനെ ആലോചിച്ചിങ്ങനെ വരണണ്ടി ചോദിച്ചാ പറയല്ല. സോറി അല്ല മച്ചള, അങ്ങനെയല്ല. ഞങ്ങൾക്ക് കുടുംബപരമായിട്ട് അങ്ങനെയല്ല. മനസ്സില് നമുക്ക് ചെറുപ്പത്തിലെ കുറച്ച് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവില്ലേ? ആ കൂട്ടത്തിൽ എവിടെയോ മനസ്സിലുണ്ടായിരുന്ന ഒരു വലിയ ആഗ്രഹമായിരുന്നു അത്. പക്ഷെ ഞാനതൊരിക്കലും പുറത്തേക്ക് പറയുകയോ അതിനെക്കുറിച്ച് ലൈക്ക് അതിലേക്ക് എത്തണം എന്ന് വിചാരിച്ച് ഞാൻ ഒന്നും ചെയ്തിട്ടുമില്ല. പക്ഷെ മനസ്സിൽ ആ ഒരു ആഗ്രഹം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ കല്യാണമൊക്കെ എനിക്ക് അങ്ങനൊരു ഫീലിലേക്ക് പോകാനുള്ളൊരു ചാൻസിനെ കുറിച്ച് പോലും ചിന്തിക്കാൻ പറ്റില്ല. കാരണം എൻ്റെ വീട്ടിൽ അത് നടക്കില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായിരുന്നു. പിന്നെ കല്യാണം കഴിഞ്ഞു, പിന്നെ നമ്മുടെ ലൈഫ്, മക്കള്, ഫാമിലി, ആ ഒരു രീതിയിൽ മുമ്പോട്ടേക്ക് പോവായിരുന്നു. അപ്പോഴാണ് ഞങ്ങളൊരു ദിവസം ഒരു റിയാലിറ്റി ഷോയുടെ ഒരു പത്രത്തിൽ കണ്ട് പ്രോമിയാണത് കാണിച്ചു തന്നെ. ഓക്കെ, ഇനി ഇതിന് അപ്ലൈ ചെയ്യാം, നമുക്ക് പോയി നോക്കാം. ഞാൻ പറഞ്ഞു നടക്കുമോ? പോയി നോക്കാം എന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ അങ്ങ് പോയാണ് ഇവിടം വരെ എത്തിയത്. ആ ഒരു ഷോയാണ് ഞങ്ങളെ ഈ ഒരു ലൈം ലൈറ്റിലേക്ക് കൊണ്ടുവന്നത്. ആ ഒരു ഷോ ഒരു 1.5 ഷോ ആയിരുന്നു. അന്ന് നിങ്ങൾ എന്തുണ്ടായിരുന്നോ? ഇവൻ 2ാം ക്ലാസ്സില്, ഇവൻ LKG. അപ്പൊ നിങ്ങൾ പോകുമ്പോ ഇവരെ ആരായിരുന്നു? ഫാമിലിയാണല്ലോ. ഇവരും വരണം. 6 മാസത്തെ റിയാലിറ്റി ഷോ ആയിരുന്നു. 6 മാസം ആ ഷോ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഇവരെയും ചെറിയ ക്ലാസ് ഒക്കെ ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല, കൊണ്ടുപോകാലോ നമ്മുടെ കൂടെ. വലിയ ക്ലാസ് ഒക്കെ ആണെങ്കിൽ പെട്ടുപോയേനെ. അതിൽ നിന്ന് ഇപ്പൊ സീരിയലിലേക്ക്, ഇനിയിപ്പോ സിനിമയൊക്കെ ഒരുപാട് ചെയ്ത് കഴിഞ്ഞല്ലോ. ഇനി അതല്ല, ചേച്ചിക്ക് സീരിയലിലേക്ക് വന്നു കഴിഞ്ഞപ്പോ സിനിമയിലേക്ക് ചാൻസ് കുറയുമെന്നുള്ള ഇത് പേടി ഉണ്ടായിരുന്നോ? അങ്ങനെ ഒരു പേടിയല്ല. ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ചിന്തിച്ചോളൂ. സിനിമ മാത്രമേ ചെയ്യുള്ളൂ, സീരിയൽ മാത്രമേ ചെയ്യുള്ളൂ, അങ്ങനെ ഇല്ല. നമുക്ക് അവസരങ്ങൾ കിട്ടുമ്പോൾ അത് യൂട്ടിലൈസ് ചെയ്യുക. അത് നമ്മുടെ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിലുള്ള ചില സംഭവങ്ങളൊക്കെ കിട്ടുമ്പോൾ അത് ഏറ്റവും നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ സീരിയലിൽ ചെയ്യാൻ കാരണം ഞാൻ ആദ്യം ചെയ്യുന്നത് KK രാജീവ് സാറിൻ്റെ അനുരാഗാനം പോലെ എന്ന് പറയുന്ന സീരിയൽ. അതെനിക്കിവിടെ വീട്ടിൽ നിന്ന് 20 മിനിറ്റ് സമയമുള്ളൂ ലൊക്കേഷനിലേക്ക്. പിന്നെ രാജീവ് സാറിൻ്റെ ഒരു സീരിയൽ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഒരാഗ്രഹം ഉണ്ടാവും അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട്. കാരണം സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പോൾ ഇത് രണ്ടുമായിരുന്നു എൻ്റെ അട്രാക്ഷൻ. അപ്പോൾ അങ്ങനെ അത് ചെയ്തു നോക്കി. ഓക്കെ, ഗുഡ്, നന്നായിട്ട് പോകുന്നുണ്ട്. നമുക്ക് വീട്ടിലെ കാര്യങ്ങളും ഇപ്പോൾ ഷെഡ്യൂൾ 15 ദിവസമാണ്. ആ 15 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീട്ടിലെ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇപ്പോൾ മറ്റെന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നമുക്ക് അതിലും ചെയ്യാം, നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. ഗുഡ്. അതിൻ്റെ ഇടയ്ക്ക് സിനിമയിലേക്കുള്ള വിളികൾ വരുമ്പോൾ അതും ചെയ്യും. ചേട്ടൻ അഭിനയിക്കുന്നില്ലേ? ഞാൻ അഭിനയിച്ചല്ലോ. ഏതിലാ? ഞാൻ എൻ്റെ സിനിമയൊന്നും കണ്ടില്ലേ? ഇല്ല. ഓ മൈ ഗാഡ്. ഏതായിരുന്നു? ഓ മൈ ഗോഡ്. CD തന്നൂടാ ഞാൻ അഭിനയിച്ച പടത്തിന്റെ. മറ്റേ പള്ളിയിൽ എന്തെങ്കിലും? അല്ല, ഞാൻ സിനിമയിൽ ഞാനും പൃഥ്വിരാജ്, രാജേട്ടൻ, മണിയമ്പിള്ള രാജേട്ടൻ, പിന്നെ ഷറഫുദ്ദീൻ അല്ലേ, അവരൊക്കെ ഇല്ലായിരുന്നു അതിനകത്ത്. പാവാടയിലുണ്ടായിരുന്നല്ലേ? പിന്നെന്ത് പറ്റി? പിന്നീട് എന്നെ ഒരുപാട് സിനിമകളിലേക്ക് ആരും വിളിച്ചില്ല. ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു പോകണമെന്ന്. ആരെങ്കിലും വിളിച്ചാലേ നമുക്ക് എല്ലാം പറ്റുള്ളൂ. പുള്ളിക്കാരൻ സ്റ്റാർ ആയതുണ്ടായിരുന്നു. പുള്ളിക്കാരൻ സ്റ്റാർ ആയത്. ഞങ്ങള് സ്റ്റാർ ഫാമിലി തന്നെ.
നിങ്ങൾ നോക്കുന്നില്ലടാ? അവര് ഞങ്ങളെ നോക്കിയിട്ടിരിക്കുകയാണ്. ട്രൈ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഉണ്ട് കേട്ടോ. എവിടെ എവിടേക്കോ കെട്ടുണ്ട് ഒരു നടനാവാനുള്ള. ഉണ്ടോ നോക്കട്ടെ. എന്റെ കൂടി അവന്റെ കൂടി ഒന്ന് നോക്കാം, അവന്റെ കൂടി ഒന്ന് നോക്കാം. ഉണ്ട്, നിനക്കുണ്ട്. ഇപ്പൊ നിങ്ങളുടെ ലൈഫിൽ ഒരു മറക്കാനാവാത്ത ഒരു 3 സംഭവങ്ങൾ, ഒന്നെങ്കിൽ ഒരു നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ റൊമാൻറ്റിക് അയക്കുന്ന ഒന്ന്, ഏറ്റവും കൂടുതൽ നിങ്ങൾ രണ്ടുപേരും കരഞ്ഞേക്കുന്ന ഒന്ന്, നിങ്ങൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചേക്കുന്നത് അല്ലെങ്കിൽ പ്രൗഡ് അയക്കുന്ന എന്തെങ്കിലും ഒരു മൊമെന്റ് പറയാൻ പറ്റും ചേട്ടാ? ഞാനാണോ പറയണ്ടേ? ആ, എനിക്ക് പറഞ്ഞു. ഏറ്റവും കൂടുതൽ പേടിച്ചതും സങ്കടപ്പെടുത്തിയതും എനിക്ക് കോവിഡ് വന്ന് ഭയങ്കര സീരിയസ് ആയി പോയിരുന്നു. കൈവിട്ട് പോയതാണ്, കംബാക്ക് ആയിരുന്നു. അത് കൊണ്ടുവന്നതും ചേട്ടൻ തന്നെയാണ് കേട്ടിട്ടുണ്ട്. അതെ കൊണ്ടുവന്നതും പ്രോമി തന്നെയാണ്. പോവാൻ പോയതും ഞാൻ തന്നെയാണ്. ഓക്കെ. പിന്നെ അത് ഏറ്റവും സന്തോഷം അഫ്കോഴ്സ് ഈ എന്താ പറയണേ, പ്രൗഡ് എന്ന് തോന്നിയതൊക്കെ ഈ വെറുതെ അല്ല ഭാര്യ അങ്ങനത്തെ സംഭവങ്ങളിലൊക്കെ വന്നപ്പോൾ മറ്റുള്ളവർ നമ്മളെ ഇഷ്ടമാണെന്ന് തോന്നുമ്പോഴുള്ള സംഭവങ്ങളാണ്. അതുമേന്ന് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യണു, പരസ്യങ്ങൾ ചെയ്യണത്. വെറുതെ അല്ല ഭാര്യ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ഫസ്റ്റ് ആഡ് വന്നു. ഓ, ധാത്രി എന്ന് പറയണേ, അത് നല്ല പ്രൊഫഷണലായിട്ട് അവർ വന്ന് അത് നമ്മുടെ വീട്ടിൽ വന്ന് അവരെടുത്ത ആഡ് നല്ല രസമായിരുന്നു. അതൊക്കെ ഒരു പ്രൗഡ് മൊമെന്റ് അല്ലേ നമ്മുടെ ഫസ്റ്റ് സിനിമയിലേക്കുള്ള വിളി വന്നു ആ സമയത്ത് തന്നെ ചെയ്യുമ്പോ തന്നെ. പക്ഷെ അപ്പൊ ചെയ്യാൻ പറ്റില്ല, ഇതൊക്കെ കഴിഞ്ഞിട്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ അതിനുശേഷം പിന്നെ കോവിഡ് വന്നപ്പോഴാണ് ഞങ്ങൾ ഈ റീൽസ് എടുത്ത് തുടങ്ങിയത്. ഇവിടെ വീട്ടിൽ ഇങ്ങനെ കുറേ നാളിരുന്നപ്പോൾ അതിനുശേഷം നമ്മൾ പുറത്തെ ആൾക്കാർ നമ്മളത് റെക്കഗ്നൈസ് ചെയ്യുമ്പോഴേ അതൊരു അംഗീകാരമാണത്. അപ്പൊ അതൊക്കെയാണ് അതിന്റെ ഒരു മക്കള് നന്നായിട്ട് ചെയ്യുന്നു, നിങ്ങൾ 4 പേരും കൂടി ഒരുമിച്ച് ചെയ്യുന്നതാണ് അതിന്റെ രസം എന്നൊക്കെ പറയുമ്പോൾ. കാരണം പലരും നമുക്ക് മെസ്സേജ് അയക്കാറുണ്ട്, അല്ലെങ്കിൽ നമ്മളെ പുറത്ത് വെച്ച് കാണുമ്പോൾ പറയാറുണ്ട്, നിങ്ങളുടെ മക്കൾ എങ്ങനെയാണ് ഇതിൽ നിങ്ങളുടെ കൂടെ നിൽക്കുന്നേ. അതൊരു വലിയ കാര്യമാട്ടോ. കാരണം ഞങ്ങളൊന്നും ഒരിക്കലും വിളിച്ചാൽ ഞങ്ങളുടെ കൂടെ മക്കൾ വരാറില്ല. ഞങ്ങൾ പറയുന്നത് ഇങ്ങനെ ഈ രീതിയിലുള്ള റീൽസിന് നിൽക്കുമോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രീതിയിൽ നമ്മുടെ കൂടെ നിൽക്കാറില്ല എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് പ്രൗഡായിട്ട് തോന്നാറുണ്ട്. അതിനോടൊക്കെ സഹകരിക്കണ്ടല്ലോ. പിന്നെ ഗുഡ്. ചേച്ചീനെ അല്ലെങ്കിൽ ചേട്ടൻ, നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം കഴിച്ചത് ഏറ്റവും നല്ല ഡിസിഷൻ ആയിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നിയ എന്തെങ്കിലും ഒരു മൊമെന്റ് ഉണ്ടായിട്ടുണ്ടോ? ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. അങ്ങനെ പറയാൻ പാടില്ല. അയ്യോ, പുള്ളിക്കാരി ഉദ്ദേശിച്ച ഉത്തരം അതല്ലായിരുന്നു. സോറി. എന്താ ചോദ്യം ഒന്നും ചോദിക്കും? ഞാനേ ഉൾവിളി വന്നു. അതാണ് അവര്. അതാ പോട്ടെ, എന്നാ ചോദ്യം ഒന്നും ചോദിച്ചേ. എന്നിട്ടാ ഞാൻ ശരിക്കും കല്യാണം കഴിച്ചത് നിങ്ങൾ ലൈഫിലെടുത്ത ഏറ്റവും നല്ല തീരുമാനമായിരുന്നു അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നോ? ഇതൊന്നും നമ്മൾ തീരുമാനിച്ചിട്ട് അല്ല, റിയലി ഇത് ഞങ്ങൾ തീരുമാനിച്ചു വന്നതാണോ? ഞങ്ങൾ കല്യാണം കഴിക്കാനും ഞങ്ങൾക്ക് അറിയാമായിരുന്നോ ഞങ്ങൾ ഇത്ര അല്ലെങ്കിൽ ഒരു കോംബോ ആയിട്ട് വരും, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മക്കളുണ്ടാവും, അല്ലെങ്കിൽ ഞങ്ങൾക്ക് എനിക്ക് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഭാര്യനെ കിട്ടും, പിന്നെ ഇതൊക്കെ എന്നെ പോലെ മിടുക്കനും സൽസ്വഭാവിയും സുഗുണനുമായിട്ടുള്ള ഒരു ഭർത്താവിനെ ആണ് കിട്ടാൻ പോകുന്നത്. ഇതൊക്കെ നിത വിചാരിച്ചിട്ടാണോ? ഇതൊന്നും അല്ല. ഇതൊക്കെ ഒരു ദൈവാനുഗ്രഹം, ഒരു സാന്ത്വമേക്കയുടെ ഒരു ഞാണുമകളിയാണിത്. അതുമേ ഇതുവരെ വൃത്തിയായിട്ട് പോയി. അപ്പൊ ഇതുവരെയൊക്കെ ഇതൊക്കെ ഭംഗിയായിട്ട് പോയി, ദൈവാനുഗ്രഹിച്ച്. എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് ഇതുവരെ വലിയ കുഴപ്പമില്ലാണ്ട് മുമ്പോട്ടേക്ക് പോയി, അത്രേ ഉള്ളൂ. ഞാൻ കല്യാണം കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഒരു 5-6 മാസം കഴിഞ്ഞപ്പോ, എനിക്ക് 5-6 മാസമല്ല 1 കൊല്ലം കഴിഞ്ഞപ്പോഴാട്ടോ ഇതോട് പറഞ്ഞിട്ടില്ല. നിതയുടെ ഇത് കണ്ടപ്പോ ദൈവമേ ഇതെങ്ങനെ സെറ്റാവും, ഇതിനെ കൊണ്ട് എങ്ങനെ ഞാൻ മുന്നോട്ട് പോകും. അതെനിക്ക് കല്യാണം കഴിഞ്ഞ അപ്പൊ തന്നെ തോന്നിയതാ. അല്ല, അത് തോന്നുന്നു. ഇത് സ്വാഭാവികമായിട്ട് നമ്മുടെ ഉള്ളിൽ തോന്നും. അതിനെ തരണം ചെയ്യണതാണല്ലോ കുടുംബജീവിതത്തിൽ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയണേ. അല്ലാണ്ട് ഞാൻ ശരിക്കും പറഞ്ഞാ ചില സംഭവങ്ങളിൽ ചില സമയത്ത് നമുക്ക് തോന്നും ഇതെങ്ങനെ ശരിയാവും എന്നൊക്കെ തോന്നും. പക്ഷെ അത് തോന്നലുള്ളൂ. അത് കഴിഞ്ഞാൽ അതൊക്കെ ശരിയാവുകയാണല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. ഇതൊക്കെ അഡ്ജസ്റ്റഡ് ആയിട്ട് വരികയാണ്. പിന്നെ ഒന്നങ്ങോട്ട് കലങ്കം വിളിക്കുമ്പോഴാണ് മാറിപ്പാലല്ലോ, കലങ്ങി തെളിയും. കാരണം എൻറ്റയർലി 2 ധ്രുവത്തിൽ നിൽക്കുന്ന 2 ആൾക്കാർ ഒരുമിച്ച് ജീവിക്കുകയാണ്. അപ്പൊ അതിൻ്റെതായ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. ഏത് ഭാര്യ ഭർത്താക്കന്മാരുടെ ആദ്യത്തെ കൊല്ലമൊക്കെ നമ്മുടെ ഭയങ്കര രസമായിരിക്കും. നമുക്ക് ഭയങ്കര പുതിയ പുറത്തുനിന്ന് നോക്കുമ്പോ എല്ലാം ഭയങ്കര രസമാണ്. പുറത്തുനിന്ന് ഇപ്പൊ കാണുന്ന ഈ ഇന്റർവ്യൂ ഞങ്ങൾ 4 പേരിയ്ക്കുന്നു, വളരെ ഹാപ്പിയാണ്. ഇത് മാത്രമേ എല്ലാവരും കാണുന്നുള്ളൂ. പക്ഷെ ഇതിന്റെ പുറകിലുള്ള ജീവിതം എല്ലാവരും ഒരുപോലെ, എല്ലാ ഫാമിലിയിലുള്ള പോലെ തന്നെ ഉള്ള ഒരു ജീവിതമാണ്. അടി ഇടിയൊക്കെ നിത ആക്ച്വലി എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരുന്ന ഷാരൂഖ് ഖാന്റെ പോലെയും സൽമാൻ ഖാന്റെ പോലെ ഒരു കെട്ടിയോനെയാണ്. നിതയ്ക്ക് കിട്ടിയത് ഒരു മരപ്പെട്ടീനെ.
അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ, അതൊക്കെ സ്വയം പറയണതാ. ചേട്ടാ സുന്ദരനാ. ആണാ നിങ്ങൾ രണ്ടുപേരുടെ സ്കിൻ കെയർ സീക്രട്ടും കൂടെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്കിത് വൈൻഡ് അപ്പ് ചെയ്യാം. സ്കിൻ കെയറോ? ചേച്ചി എങ്ങനെ strong ആയിട്ടിരിക്കുന്നു? നോ 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 വേണ്ട പ്ലീസ് പറയരുത്. നിതയുടെ പറ. പറയാൻ പാടില്ല, പക്ഷേ പറയാൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ട്. അതെ ഞങ്ങള് ഭയങ്കര സീക്രട്ട് ആയിട്ട് ഒരു ഓയിൽ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്, അതാ പറയാൻ പാടില്ല അല്ലേ. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊരു ബിസിനസ് ആയിട്ട് മാറും. എന്തിനാന്ന് മാത്രം മനസ്സിലായില്ല. റോണത്തിന് കേട്ടിട്ട് ക്രിഞ്ച് അടിച്ചിട്ട് പോയല്ലേ റോണത്ത്. എന്താ ഞങ്ങളുടെ സ്കിൻ കെയർ എന്നിട്ട് നിതയുടെ സ്കിന്നോ? ഈ മൊരുമൊരാന്നിരിക്കുന്ന സ്കിന്നിൽ എവിടെ എന്ത് സ്കിൻ കെയർ? ഞാൻ വിട്ടിരിക്കുന്നു. ഞങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് അല്ലേ പറയുന്നത്? പ്രത്യേകിച്ച് മോൻ കഴുകുക, അതന്നെ. വെള്ളമിട്ട് മോൻ കഴുകുക. മക്കളെ മോൻ കഴിവെന്ന് പറഞ്ഞാൽ രണ്ടുപേർക്കും ഇഷ്ടമല്ല. കാലത്ത് കഴിവും വൈകുന്നേരം കഴിവും, തീർന്നു. ഞങ്ങൾ ഡെയിലി കുളിക്കും, അതാണ് സ്കിൻ കെയർ. പല്ലിയേക്കും. അതെ അതൊക്കെ ഡെയിലി ചെയ്യാറുണ്ട്. സ്കിൻ കെയർ ആയിട്ടൊന്നും അങ്ങനെ ചെയ്യണില്ല ഞാൻ. എൻ്റെ കാര്യം കേട്ടോ പറയണേ. ഈ പറഞ്ഞ പോലെ രാവിലെ വൈകുന്നേരം കുളിക്കുന്നുണ്ട്. നിത കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും തലയിൽ എണ്ണ തേക്കാൻ പറയും, തേക്കാറില്ല. നിങ്ങൾ പരസ്പരം പറഞ്ഞ മാതിരി തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അണ്ടർസ്റ്റാൻഡിങ് ആയിട്ട് രണ്ട് കുട്ടികളെ പോലെ ഇതുപോലെ തന്നെ ഹാപ്പി ആയിട്ട്. ഇനിയും 2 കുട്ടികളോ? അതല്ല ഈ രണ്ട് കുട്ടികൾ. ഞാൻ ഓ ഇനിയിപ്പോ പ്രോമി വല്ലതും നടക്കുവോ? ഞാൻ അങ്ങടി ചോദിക്കേണ്ടതാ. ഞാനും ആ ചോദ്യം അങ്ങോട്ട് ചോദിക്കുന്നു. ചോദിച്ചിരുന്നാ മതി. അതെ. കിട്ടിയില്ലേ? പണ്ട് ഞാൻ ഇവരോട് ചോദിച്ചിട്ടുണ്ട്, മോനെ നിങ്ങൾക്കൊരു അനീതി വേണ്ടേ എന്നൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഈ രണ്ടുപേർക്കും ഇഷ്ടമല്ല. അപ്പൊ എന്നോട് പറയാണ് പിന്നെ ഇവർക്ക്. പക്ഷെ ഇവന്മാർക്ക് എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇവന്മാർക്ക് കഴിഞ്ഞ ദിവസേ റിച്ചാർഡാണോ പറഞ്ഞത്? റോണത്താണ്. അഭിഷേക് ചേട്ടന്റെ മോന് കൊട്ടിയുണ്ടായി കഴിഞ്ഞ ദിവസം, ആൺകുട്ടിയാണ്. അപ്പൊ ഇവനാണെന്ന് തോന്നുന്നു. ഇവൻ പറയാണ് ആൺകുട്ടി മതി, അതാ നല്ലതെന്ന്. അങ്ങനെയല്ല, ലൈക്ക് ഇപ്പൊ ഈ അടുത്ത് കസിൻസ് കുറെ പേര് ചേച്ചിമാര് പ്രഗ്നന്റ് ആയിരുന്നു. അപ്പൊ അവർക്കൊക്കെ ഗേൾസ് ആയിരുന്നു ഫുള്ള്. കുറെ പേര് 2-3 പേർക്കും ഗേൾസ്. ഞാനപ്പോ അതിലേക്ക് ബോയ്സ് ആയിരിക്കും ഇല്ലല്ലോ, നമുക്കും കമ്പനി വേണ്ടേ. അപ്പൊ ഇവര് പണ്ട് പെൺകുട്ടികളുടെ കാര്യം ചോദിച്ചപ്പോ പറഞ്ഞേ എനിക്ക് എല്ലാ റൂമിൽ നിന്നും ക്ലിപ്പും ഈ ഹെയർ ബാൻഡ് ഒന്നും പറക്കി കൊണ്ടു നടക്കാൻ പറ്റൂല. അപ്പൊ എന്താണെങ്കിലും ഹാപ്പി ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റട്ടെ. രണ്ടുപേരും ക്രിസ്മസ് ആയിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കിസ് ചെയ്ത് അയ്യേ ഒരു കിസ് ചെയ്തിട്ട് മക്കളെ വാ. നമുക്കപ്പോ ഈ ഒരു ഷോ എന്താണെങ്കിലും വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു. നല്ലൊരു എന്താ പറയുക, നല്ലൊരു ക്രിസ്മസ് ടൈം ആയിരുന്നു. ഇന്റർവ്യൂ ആയിരുന്നു. താങ്ക് യു. കാജലിന്റെ ഒപ്പം നല്ലൊരു ഇന്റർവ്യൂ ആയിരുന്നു. ഒരു കിസ് കൊടുത്തേരെ. നോ പബ്ലിക്കായിട്ട് ചെയ്യാൻ പാടില്ലെന്ന് പിള്ളേര് പറഞ്ഞിട്ടുണ്ട്. ഓക്കേ ഗയ്സ്, അപ്പൊ പബ്ലിക് ആയിട്ട് ചെയ്യുന്നില്ല, ക്യാമറ കട്ട് ചെയ്തിട്ട് ചെയ്യുന്നു. എല്ലാരും കൂടി മമ്മിക്ക് കൊടുത്തായിടാ. വാ കം. നീ കഴിച്ചിട്ടേലും മതി. ദൈവത്തെ മേരി ക്രിസ്മസ്. ഓക്കേ, അപ്പൊ മേരി ക്രിസ്മസ് ഗൈസ്. 15 വർഷത്തെ വിശ്വാസം. ഇനി വിദേശ വിദ്യാഭ്യാസം വിശ്വസ്തരിലൂടെ. നീതോസ് സ്റ്റഡി അബ്രോഡ്.